ഹലോ ഡിയേഴ്സ്. ഇന്നത്തെ വീഡിയോ നമ്മൾ കൊല്ലങ്കോട്ടിലേക്ക് വന്നിരിക്കുകയാണ്. കൊല്ലങ്കോട്ടിലെ എല്ലാവർക്കും അറിയുന്നതുപോലെ നയനമനോഹരമായ കാഴ്ചയും ഒപ്പം ഒരു അടിപൊളി ഇംഗ്ലീഷും പഠിക്കാമെന്ന് വിചാരിച്ചു. കൊല്ലങ്കോട്ടിലെ ഫേമസ് ആയിട്ടുള്ള സ്പോട്ടുകളിൽപ്പെട്ട ഒരു സ്പോട്ടാണ് ഈ കളപ്പുര എന്നുള്ളത്. ആ കളപ്പുരയിലാണ് ഞാനുള്ളത്. ഇവിടെ വെച്ചുകൊണ്ട് നമുക്ക് മനോഹരമായ പാലക്കാടിൻ്റെ ഭംഗിയെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ഒരു ഇടിയം പഠിച്ചുകൊണ്ട് നമുക്ക് മറ്റുള്ള കാഴ്ചകൾ കണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇവിടെ വന്നപ്പോൾ ഒരുപാട് കാഴ്ചകൾ കാണാനിടയായി. പാടശേഖരങ്ങളിൽ കൊയ്ത്തൊക്കെ കഴിഞ്ഞുള്ള അവസ്ഥയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു അടിപൊളി ഇടിയം ഓർമ്മ വന്നു. അതാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അത് മറ്റൊന്നുമല്ല, യു റീപ്പ് വാട്ട് യു സോ. നമ്മൾ എന്താണോ വിതച്ചത് അതേ കൊയ്യുള്ളൂ എന്ന് നമ്മുടെ പൂർവികരൊക്കെ മുൻഗാമികളൊക്കെ നമുക്ക് പറഞ്ഞു തരാറുണ്ട്. നീ വിതച്ചതേ നീ കൊയ്യുള്ളൂ എന്ന് പറയാറുണ്ട്. അത് നല്ലത് ചെയ്താൽ നമുക്ക് ഭാവിയിൽ നന്മ കിട്ടും. അതല്ല, നാം തിന്മയാണ് ചെയ്തതെങ്കിൽ നമുക്ക് ഭാവിയിൽ തിന്മയാണ് കിട്ടുക. അതിനെ സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ മുൻഗാമികളായ ആളുകൾ നമ്മോട് നീ വിതച്ചതേ കൊയ്യുള്ളൂ എന്ന് പറയാറുണ്ട്. അതിനെ പറയുന്നതാണ് യു റീപ്പ് വാട്ട് യു സോ. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. ഇനി നമുക്ക് കാഴ്ചകൾ കാണാം. കൊല്ലങ്കോടിൻ്റെ മനോഹരമായ കാഴ്ചകളിലൊന്നാണ് സീതാർകുണ്ട് വെള്ളച്ചാട്ടം. അതാണ് പശ്ചാത്തലത്തിൽ കാണുന്നത്. നെൽപ്പാടങ്ങൾ ഉഴുതുമറിച്ച് അടുത്ത വിത്ത് പാകലിന് ഒരുങ്ങി നിൽക്കുന്നത് കാണാം. ഇതാണ് അവിടുത്തെ കളപ്പുര. പണ്ട് കാലങ്ങളിൽ ഉപയോഗിക്കപ്പെട്ട ഒരു കല്ലും കാണാം ഇവിടെ. ഇതാണ് കളപ്പുരയുടെ ഉള്ളിലെ കാഴ്ച. വർഷങ്ങൾക്ക് മുമ്പ് പാലക്കാടൻ ഗ്രാമങ്ങളിലൂടെ സുലഭമായി കണ്ട കാഴ്ചകളിലൊന്ന് കാളവണ്ടി. കളപ്പുരയോട് ചേർന്ന് കിടക്കുന്ന ഒരു ഓലപ്പുരയാണിത്. അതിൻ്റെ ഉള്ളിലേക്ക് പോയപ്പോൾ പണ്ട് കാലങ്ങളിൽ സുലഭമായും ഇന്ന് വിരളമായും ഉപയോഗിക്കുന്ന നുകം, പാടങ്ങൾ ഉഴുതാൻ ഉപയോഗിക്കുന്ന നുകം. ഇതിനെ പാലക്കാട്ടുകാരായ ഞങ്ങൾ മുറം എന്ന് പറയും. കല്ലും നെല്ലും വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത്. ധാരാളമായല്ലെങ്കിലും കുറച്ചൊക്കെ ഇത് പാലക്കാടൻ തെരുവീഥികളിലൂടെ കാണാറുണ്ട്. സവാരിക്ക് ഉപയോഗിക്കുന്നതാണ്. ഇതാണ് കൊല്ലങ്കോട് ചെല്ലപ്പേട്ടൻ്റെ ചായക്കട പ്രധാന സ്പോട്ടുകളിലൊന്ന്.